ഒരു മാസത്തിലെ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മക്കളുടെയും ബർത്ത്ഡേ വന്നാൽ എന്ത് ചെയ്യും? ഒരു ദിവസം ആഘോഷിക്കും, അങ്ങനെയല്ലേ? അപ്പോൾ ഇതും നവംബർ മാസത്തിലെ 6, 7 തീയതികളിലായിട്ടുള്ള 2 മക്കളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി 7-ാം തീയതി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് കേക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 1 വയസ്സുമായിരുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. 2 kg വെയിറ്റിൽ പിസ്ത കേക്കാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. കുറച്ച് ഹൈറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് 2 കേക്കായിട്ട് ചെയ്യുമ്പോൾ 2 കേക്കും കുറച്ച് ഹൈറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ 1/2 kg വെയിറ്റിലുള്ള 4 കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ചിൻ്റെ 4 കേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കേക്ക് ബോർഡ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഞാൻ മുകളിലത്തെ ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്ന ബോർഡാണ്. അത് കഴുകി വീണ്ടും സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് അതിൻ്റെ. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഇതേപോലെ 2 ബോർഡിലായിട്ട് ചെയ്ത് മാറ്റി വെച്ച് നല്ലോണം സെറ്റായ ശേഷം വലിയ ബോർഡിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്ക് ബോർഡിലേക്ക് ക്രീം കൊടുക്കുന്നില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അതിലേക്ക് ക്രീം കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഷുഗർ സിറപ്പ് കൊണ്ടല്ല ഞാനിത് വെറ്റ് ചെയ്യുന്നത്. പാലും പഞ്ചസാരയും പിസ്ത എസൻസും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സ് കൊണ്ടാണ് ഇത് വെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് എന്ന് പറയുന്നത് നട്ട്സ് ചോപ്പ് ചെയ്തതും മിൽക്ക് മെയ്ഡും കൂടിയാണ്. ക്രീമിലേക്കും കൂടെ കുറച്ച് പിസ്ത എസൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടെ കേക്കിന് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിലും കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ പിസ്ത കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം അത് കേക്ക് ബേക്കായി വരുമ്പം തന്നെ നല്ല മണമാണ്. മാത്രമല്ല നമുക്ക് ഈ പിസ്തയുടെ എസൻസ് നമ്മുടെ ഷുഗർ സിറപ്പിലും ക്രീമിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആ കേക്കുമായിട്ട് അങ്ങ് മിക്സ് ആവും. അത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ നമ്മൾ എന്തായാലും നട്ട്സ് അല്ലേ ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടും. നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നട്ട്സ് മാത്രമല്ല കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഫില്ലിങ്സ് കൊടുക്കുന്നത്. ഈ ടോൾ കേക്ക് ചെയ്യുമ്പം സൈഡിലും കൂടി ക്രീം കൊടുത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. കാരണം അപ്പോൾ കേക്കിന് ചരിവില്ലാതെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അവസാനം വരുമ്പോഴത്തേക്കും കിട്ടും. ആദ്യമേ അങ്ങനെ വെച്ച് പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ക്രീം അങ്ങനെ നിൽക്കുമ്പോൾ എവിടെയാണ് അടുത്ത ലെയർ വെക്കേണ്ടതെന്നൊരു ഡൗട്ട് വരും. കാരണം ക്രീം കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേക്ക് വെക്കുന്നത് ആ ഭാഗത്തോട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ചരിവുണ്ടാവും. അങ്ങനെ വരുമ്പം ലാസ്റ്റ് വരുമ്പോൾ കേക്കിന് നല്ല ചരിവായിട്ട് തോന്നും. അതുകൊണ്ട് ആദ്യമേ സൈഡിലും കൂടി കൊടുത്തു പോയാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അവസാനം വരെ കിട്ടും. ഇവിടെ ഞാൻ 2 ടിന്നിലായിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ ഒരു ടിന്ന് എനിക്ക് ചെറിയൊരു അളവ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഫാൾട്ട് ആ കേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ആദ്യത്തെ കേക്കെല്ലാം സെറ്റായിട്ടുണ്ട്. ക്രം കോട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് അടുത്ത കേക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡ് ഫുള്ളായിട്ടുണ്ടായിരുന്നേ ആ കേക്ക് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അടുത്ത ബോർഡിലോട്ട് മാറ്റി കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ക്രീം പുറത്തേക്ക് വരുന്ന രീതിയിലാവുകയാണെങ്കിൽ ബോർഡ് മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ രണ്ടാമത്തെ കേക്കും ചെയ്ത് അതും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് കേക്ക് കൊടുക്കുന്നതിൻ്റെ അന്നേ ദിവസമാണ് ഫൈനൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫൈനൽ ഐസിങ്ങും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കേക്ക് പിസ്ത ഗ്രീൻ കളറും ഒരു ലൈറ്റ് പീച്ച് കളറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പിസ്ത ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ലീഫ് ഗ്രീനും പിന്നെ പിസ്ത എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടൈപ്പിലുള്ള ലീഫ് ഗ്രീനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും ഒരു അല്പം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒരു ലൈറ്റായിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പീച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത കളർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഈ കേക്ക് ആദ്യം സെറ്റാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അടുത്ത കേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേക്ക് അത്രയും നല്ല സെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രീം കൊടുക്കാൻ നമുക്ക് ഒരു പാടുമില്ല. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം കേക്കിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല. കേക്ക് നല്ലോണം നമ്മൾ ഉറപ്പിച്ച് നിർത്തിയതുപോലെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. സെറ്റാവാത്ത കേക്കാണെങ്കിൽ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ കേക്കൊന്ന് ചരിയാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, നല്ലോണം കേക്ക് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ക്രീം കൊടുത്ത് നോക്കും. ഇതേപോലെ കേക്ക് നല്ലോണം സെറ്റാക്കിയ ശേഷം ഈ ടോൾ കേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ലോണം മനസ്സിലാവും. പാലറ്റ് നൈഫിനേക്കാളും ഇതുപോലുള്ള കാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കണ്ടോ, കറക്റ്റ് എല്ലാ ഭാഗത്തും ക്രീം എത്തിയില്ലെങ്കിൽ അത് കറക്റ്റ് അവിടെ തന്നെ തെളിഞ്ഞ് നിൽപ്പുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്നും കൂടെ ക്രീം കൊടുത്തിട്ട് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതേപോലെ എവിടെയെങ്കിലും
എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തെളിഞ്ഞ് തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അവിടെ വീണ്ടും ക്രീം കൊടുത്ത് ചെയ്യാം. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ ക്രീം കൊടുക്കേണ്ടി വരും ആ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല കറക്റ്റായിട്ട് തെളിഞ്ഞ് നിൽപ്പുണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ അത് ചെയ്ത ശേഷം കുറച്ച് ക്രീം ഇതേപോലെ ബാക്കി വന്നിട്ടുണ്ട്. അത് ക്രീം ഞാൻ കളയുന്നില്ല, ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മറ്റേ വലിയ ബോട്ടിലോട്ട് ഇനി ഇത് മാറ്റി കൊടുക്കണമല്ലോ. അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ പിന്നെ രണ്ടാമത് കളർ മിക്സ് ചെയ്തെടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് ഒന്ന് ഇത്രയും ക്രീമും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത കേക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിൽ പീച്ച് കളറല്ലേ ആവശ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് കുറച്ച് ക്രീം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ കറക്റ്റ് നമുക്ക് കളർ കിട്ടിയ ശേഷം ബാക്കി ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ടിഷ്യൂ ആണ്. ഇതാണെങ്കിൽ നമുക്ക് 2-3 തവണയെങ്കിലും കഴുകി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ക്രീമെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി പാലറ്റ് നൈഫും പ്ലേറ്റും എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടാണ് അടുത്ത കേക്ക് ചെയ്യുന്നത്. കേക്ക് ടിന്നിൻ്റെ ചെറിയൊരു അളവ് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കേക്കിന് ചെറിയൊരു ഷേപ്പ്ലെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് പിന്നെ ഒരല്പം ക്രീമോടെ ഒന്ന് ക്രം കോട്ടും കൊണ്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ക്രീം കൊടുക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്ത ശേഷം ഞാൻ 2 കേക്കും കൂടി എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് രണ്ടിൻ്റെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെയിൻബോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2ൻ്റെ ഹൈറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 കൂടി എടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ക്രീം കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം ചെയ്ത കേക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് മറ്റേ കേക്ക് കുറച്ചും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ബാലൻസ് അതിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ, ആ ക്രീമിലും. അതും ഞാൻ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ക്രീമും ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നല്ലോണം കുറച്ചും കൂടെ ഒന്ന് സെറ്റായ ശേഷം ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് സമയം മുന്നെയാണ് ഞാൻ ബാക്കി വർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കേക്കും കൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 kgയുടെ ഒരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. പാലറ്റ് നൈഫും പിന്നെ നൈഫും എടുത്തിട്ടുണ്ട്. എന്താണ് ആവശ്യം വരണതെന്ന് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് 2 ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അതാവും നമുക്ക് കേക്ക് ബോർഡിൽ നിന്ന് കേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ 2 ടയർ ചെയ്യുന്ന സമയത്തും ഇതേപോലെ കേക്ക് ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്തും പാലറ്റ് നൈഫ് ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് നമ്മളെപ്പോഴും ബോർഡിൽ മാത്രമേ പ്രസ് ചെയ്യാവൂ. നമ്മൾ അധികം പ്രഷർ കേക്കിൽ കൊടുക്കാതെ ബോർഡിലേക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് നീക്കിയാൽ മതി. അതിങ്ങ് കറക്റ്റായിട്ട് ഇങ്ങ് പോന്നോളും. മാത്രമല്ല കേക്ക് അത്രയും സെറ്റായിട്ടിരിക്കുന്ന കേക്കാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോൾ ഈ 3 കിലോയുടെ വലിയ ബോർഡുണ്ടല്ലോ, ആ വലിയ ബോർഡിലേക്ക് ഈ ചെറിയ ബോർഡിനെ താഴ്ത്തിക്കൊണ്ട് ഒന്ന് വലിച്ച് നീക്കുക. അപ്പോൾ കേക്കിലധികം പ്രസ് ചെയ്യാതെ വലിച്ച് നീക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കേക്കും അതേപോലെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കേക്ക് ബോർഡിലേക്ക് ക്രീമൊന്നും കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് അധിക ദൂരം കൊണ്ടുപോകാനുള്ളതല്ല, വീടിനടുത്ത് തന്നെ കൊടുക്കാനുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ കേക്ക് ബോർഡിലേക്ക് ക്രീം കൊടുക്കാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് ബോർഡിൽ ക്രീം കൊടുത്തു കഴിഞ്ഞാൽ അത് തെന്നിപ്പോവാതെ പ്രസ്സായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അമ്മ വേറെ ബോർഡിലേക്ക് മാറ്റി കൊടുത്തതല്ലേ, അപ്പോൾ കേക്കും കേക്ക് ബോർഡുമായിട്ട് ചെറിയൊരു അകലം പോലെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മാറി നിൽക്കുന്ന ബോർഡും കേക്കുമായിട്ടൊന്ന് മാറി നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമുക്ക് 2 ക്രീം എടുത്ത് മാറ്റി വെച്ചിരുന്നതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്കായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ക്രീം കൊടുക്കുമ്പോൾ അവിടെ ഒരു അടയാളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലറ്റ് നൈഫ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ക്ലിയർ ആക്കി കൊടുത്താൽ മതി, അടയാളം കാണത്തേ ഇല്ല.
റെയിൻബോ ഞാൻ നേരത്തെ തന്നെ ഫോണ്ടനിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നൈം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു അസംബ്ലിക്ക് കുട്ടികളെ നിർത്തുന്നത് പോലെ കുറച്ച് ആൾക്കാരെയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെപ്രാളത്തിലായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട് എനിക്ക് ഇതിനാ വീഡിയോയിലായിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള കേക്കിൽ ഒരു ഹൾക്ക് പിന്നെ ഒരു സ്പൈഡർമാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേളിൻ്റെ കേക്കിൽ അതേപോലെ 2-3 ആൾക്കാരെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈം ചെയ്ത് കൊടുത്തിരുന്നത് ചോക്ലേറ്റ് മോൾഡിലായിരുന്നു. രണ്ടുപേരുടെയും പേര് സൈഡിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ധൃതി പിടിച്ച് ചെയ്യലിൻ്റെ കുഴപ്പം ഞാൻ കാണിച്ചു തരാം. ആ ബട്ടർഫ്ലൈ ഞാൻ അതിനകത്തേക്ക് കുത്തി വെച്ചപ്പോൾ അതിൻ്റെ വാല് കേക്കിനുള്ളിൽ വഴി സൈഡ് വന്നിട്ട് ഒരക്ഷരത്തിനെ തള്ളി താഴെ ഇട്ടു. പിന്നെ അതിനെടുത്തൊന്ന് ഒട്ടിച്ചു കൊടുത്ത് ബട്ടർഫ്ലൈ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദം സെഹ്റാൻ, ഐദ മറിയം, അങ്ങനെയാണ് രണ്ടുപേരുടെയും പേര്. അപ്പോൾ വീട്ടിൽ വിളിക്കുന്നതാണ് ആദു, ഐദു. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ആയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാം.